ഇന്ത്യയിൽ ഏകദേശം 200 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് മൈഗ്രെയിൻ. നിങ്ങളുടെ ജീവിതശൈലിയിൽ 7 ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങൾക്ക് മൈഗ്രെയിനെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം. ഒന്നാമതായി, കൃത്യമായ ഉറക്കക്രമം. ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ ക്വാളിറ്റി സ്ലീപ്പ് നമ്മൾക്ക് അത്യാവശ്യമാണ്. ദിവസവും ഒരേ സമയത്ത് ഉണരുകയും ഒരേ സമയത്ത് ഉറങ്ങുകയും ചെയ്യാൻ ശ്രമിക്കുക. അണ്ടർ സ്ലീപ്പിങ്ങും ഓവർ സ്ലീപ്പിങ്ങും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അതായത് ഉറക്കക്കുറവും ഉറക്ക കൂടുതലും നിങ്ങൾക്ക് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാം. അത് രണ്ടും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. രണ്ടാമതായി, ശരിയായ ഭക്ഷണക്രമം. നിങ്ങളുടെ ട്രിഗർ ഫുഡ്സ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഏജ്ഡ് ചീസ്, ചോക്ലേറ്റ്, പ്രോസസ്ഡ് മീറ്റ്, അജിനോമോട്ടോ അതായത് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, നിങ്ങളുടെ ചൈനീസ് ഫുഡിലും ഫാസ്റ്റ് ഫുഡിലും ഒക്കെ കാണുന്ന അജിനോമോട്ടോ, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് അതായത് അസ്പാർട്ടേം മുതലായ വസ്തുക്കൾ, ഇതൊക്കെ നിങ്ങൾക്ക് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാം. പിന്നെയുള്ളതാണ് കഫീൻ നിയന്ത്രണം. കഫീൻ ഒരു ഡബിൾ എഡ്ജ്ഡ് സ്വോർഡാണ്. കഫീൻ നമ്മുടെ ചായയിലും കാപ്പിയിലും ഒക്കെയുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, കഫീൻ കുടിച്ചു കഴിഞ്ഞാൽ എന്റെ മൈഗ്രെയിൻ കുറയുമെന്ന്. എന്ന് പറയുന്നത് പോലെ തന്നെ അമിതമായി കഫീൻ കുടിക്കുന്നവർക്ക് പെട്ടെന്ന് നമ്മൾ ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുന്നത് നിർത്തിയാൽ നമ്മൾക്ക് കഫീൻ വിഡ്രോവൽ ഹെഡേക്ക് വരാം. അതുകൊണ്ട് അമിതമായ കഫീന്റെ അതായത് കാപ്പിയുടെയോ ചായയുടെയോ ഉപയോഗം നിർത്തുക. പിന്നെ ഉള്ളതാണ് ഹൈഡ്രേഷൻ. അതായത് നമ്മൾ 2 മുതൽ 2.5 ലിറ്റർ വെള്ളം വരെ ദിവസവും കുടിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. മീൽ സ്കിപ്പിംഗ് അവോയ്ഡ് ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതെല്ലാം ശരിയായിട്ടുള്ള സമയത്ത് കറക്റ്റായിട്ടുള്ള സമയത്ത് കഴിച്ചു പോവുക. അല്ലെങ്കിൽ ചിലപ്പോൾ മൈഗ്രെയിൻ ട്രിഗർ ആകാം. മൂന്നാമതായി, സ്ക്രീൻ ടൈമും ഡിജിറ്റൽ ഐ സ്ട്രെയിനും. സ്ക്രീനിലേക്ക് ദീർഘനേരം നോക്കിയിരുന്നാൽ നമ്മളുടെ കണ്ണിന്റെ പേശികളെ തളർത്തുകയും കണ്ണിന് ഡ്രൈനസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെന്താണ് സൊല്യൂഷൻ? അതിനാണ് 20-20-20 റൂൾ. ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും 20 അടി ദൂരത്തുള്ള ഒരു വസ്തുവിലേക്ക് 20 സെക്കൻഡ് നിങ്ങൾ നോക്കുക. ഇത് നിങ്ങളുടെ കണ്ണിനെ റിലാക്സ് ചെയ്യാൻ സഹായിക്കും. പിന്നെയുള്ളതാണ് ഓർഡിനറി ബ്ലൂ ലൈറ്റ് ഫിൽറ്റേഴ്സ്. ഇത് തലവേദന പൂർണ്ണമായി കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ തലവേദനയെ ഒരു പരിധി വരെ കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഇപ്പോൾ പ്രിസിഷൻ ടിൻറ്റഡ് ലെൻസസ് അവൈലബിൾ ആണ്. അതായത് FL41 ലെൻസസ്, അവിലെക്സ് ലെൻസസ്, ഇതൊക്കെ നിങ്ങളുടെ ഫോട്ടോഫോബിയ അതായത് കണ്ണിന്റെ ലൈറ്റ് സെൻസിറ്റിവിറ്റിയെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഗ്ലാസസ് ആണ്. നാലാമതായി, സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി മാനേജ്മെന്റ്. ഇതിനുവേണ്ടി നമുക്ക് കുറച്ച് റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. അതായത് യോഗ, മെഡിറ്റേഷൻ, ഡീപ് ബ്രീത്തിങ്, ഇതൊക്കെ ദിവസവും ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അഞ്ചാമതായി, റെഗുലർ ആൻഡ് മോഡറേറ്റ് എക്സസൈസസ്. ദിവസേന ലളിതമായ എയറോബിക് എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് സൈക്ലിംഗ്, സ്വിമ്മിംഗ്, ബ്രിസ്ക് വാക്കിംഗ് തുടങ്ങിയവയൊക്കെ ചെയ്യുക. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ എൻഡോർഫിൻ എന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ പെയിൻ കില്ലർ ആണ്. ഇത് മൈഗ്രെയിനെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ആറാമതായി, എൻവയോൺമെന്റൽ ട്രിഗേഴ്സ്. നമ്മൾ കഠിനമായ വെയിലത്തിറങ്ങുമ്പോൾ കുട ചൂടുകയോ അല്ലെങ്കിൽ ഒരു സൺഗ്ലാസ് ഉപയോഗിക്കുകയോ ചെയ്യാം. ഏഴാമതായി, ന്യൂട്രിയൻസ് ആൻഡ് സപ്ലിമെന്റ്സ്. ചില വൈറ്റമിൻസ് ആൻഡ് മിനറൽ ഡെഫിഷ്യൻസീസ് നിങ്ങൾക്ക് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാം. ഒന്നാമതായി, മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണ വസ്തുക്കൾ കഴിക്കാൻ ശ്രമിക്കുക. ഒന്നാമതായി, ബദാം, ചീര, തവിടുള്ള അരി ഇതൊക്കെ കഴിക്കാൻ നോക്കുക. രണ്ടാമതായി, വൈറ്റമിൻ B2 അഥവാ റൈബോഫ്ലേവിൻ, പിന്നെ കോഎൻസൈം Q10. ഇതൊക്കെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി നിങ്ങൾക്ക് സപ്ലിമെന്റായി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഉള്ളത്, നിങ്ങൾ വേദന സംഹാരികൾ അമിതമായി ഉപയോഗിക്കാതിരിക്കുക. വേദന സംഹാരികൾ അമിതമായി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മെഡിക്കേഷൻ ഓവർ യൂസ് ഹെഡേക്ക് ഉണ്ടാകും. അതായത് മൈഗ്രെയിൻ മാറി മെഡിക്കേഷൻ ഓവർ യൂസ് ഹെഡേക്ക് ആകും. ഇത് മൈഗ്രെയിനേക്കാളും കട്ടിയുള്ള ഒരു തലവേദനയാണ്. അപ്പോൾ പെയിൻ കില്ലേഴ്സ് നമ്മൾ തലവേദന മാറാൻ വേണ്ടി കഴിക്കുന്ന വേദന സംഹാരികൾ തന്നെ നമ്മൾക്ക് തലവേദന ഉണ്ടാക്കുന്നു. ഇത് അവോയ്ഡ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ 7 ജീവിതചര്യ മാറ്റങ്ങൾ വരുത്തുകയും എന്നിട്ടും നിങ്ങൾക്ക് മൈഗ്രെയിൻ മാസത്തിൽ 4 അതിൽ തവണയോ കൂടുതൽ വരികയാണെങ്കിലോ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ അത് ബാധിക്കുകയാണെങ്കിലോ നിങ്ങൾ മൈഗ്രെയിൻ പ്രൊഫൈലാറ്റിക് മെഡിക്കേഷൻസ് ഉപയോഗിക്കണം. എന്താണ് ഈ മൈഗ്രെയിൻ പ്രൊഫൈലാറ്റിക് മെഡിക്കേഷൻസ്? ഇത് പെയിൻ കില്ലർ അല്ല, ഇത് തലവേദന വരാതിരിക്കാനുള്ള മരുന്നുകളാണ്. ഇതിനായി നിങ്ങൾക്ക് ഒരു ന്യൂറോളജിസ്റ്റിനെ സമീപിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അനുഭവങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.